ഇൻകം ടാക്സ് റിട്ടേൺ നിർബന്ധമായിട്ടും ഫയൽ ചെയ്യേണ്ടത് ആരൊക്കെ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ്, വ്യക്തികൾ എന്നുള്ള രീതിയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണോ വേണ്ടത് എന്നുള്ളതാണ്. അതിൽ നമ്മളൊരു 7 കാറ്റഗറി ആയിട്ടാണ് ഇപ്പോൾ തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് നമ്മുടെ വാർഷിക വരുമാനം 2.5 ലക്ഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പുറത്ത്, അതായത് ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ അസറ്റുകൾ എന്തെങ്കിലും നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു അസറ്റിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് നിൽക്കുകയാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ സിഗ്നേറ്ററി ആണ്, ആ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള പവർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ കറണ്ട് അക്കൗണ്ടിൽ 1 കോടി രൂപയിൽ കൂടുതൽ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തികൾ എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അവരുടെ വാർഷിക വരുമാനം ഈ പറയുന്ന 2 ലക്ഷത്തിൽ കുറവാണെങ്കിലും ഈ പറയുന്ന 1 കോടി രൂപയിൽ കൂടുതൽ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. അതേപോലെ നമ്മുടെ SB അക്കൗണ്ട്, ഒരു SB അക്കൗണ്ട് എന്നല്ല, മൾട്ടിപ്പിൾ SB അക്കൗണ്ട്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, 50 ലക്ഷമോ ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ എമൗണ്ട് ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല്. ഒരു വർഷത്തിൽ 1 ലക്ഷത്തിൽ കൂടുതൽ ഞാൻ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു വർഷത്തെ ഇലക്ട്രിസിറ്റി ബില്ല് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 1 ലാഖിൽ കൂടുതലാണ് നമ്മൾ പേ ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിസിറ്റി ബില്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ വിദേശ യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ലക്ഷത്തിൽ കൂടുതൽ രൂപ സ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഫയൽ ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ 25,000-ൽ കൂടുതൽ ഇൻകം ടാക്സിൻ്റെ TDS കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആരെങ്കിലും പേയ്മെൻറ്റ് തരുന്ന സമയത്ത് ഒരു 25,000-ൽ കൂടുതൽ നമ്മുടെ പേരിൽ ആരെങ്കിലും TDS കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മാൻഡേറ്ററി ചെയ്യണം. അപ്പോൾ 25,000-ൽ താഴെയാണ് എൻ്റെ TDS കട്ട് ചെയ്തതെങ്കിൽ നിയമപ്രകാരം എനിക്ക് മാൻഡേറ്ററി അല്ല, പക്ഷേ എനിക്കത് റീഫണ്ടോ കാര്യങ്ങളോ കിട്ടണമെങ്കിൽ ഞാൻ നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ എനിക്കത് റീഫണ്ട് കിട്ടുള്ളൂ. അതേസമയത്ത് 25,000-ൽ കൂടുതൽ എൻ്റെ പേരിൽ TDS ഉണ്ട്, അത് പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഫയൽ ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ എന്താണ് ഡിഫോൾട്ട് എന്നുള്ള കാറ്റഗറിയിലേക്കാണ് പോകുക. അപ്പം ഈ പറയുന്ന ഈ 7 കാറ്റഗറി ഓഫ് ആൾക്കാർ, ഈ 7 കാറ്റഗറീസ് ഓഫ് പീപ്പിൾസ് എന്ത് ചെയ്യണം, ഇൻഡിവിജ്വൽസ് നിർബന്ധമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ പീനൽ ആക്ഷൻസ്, പെനാൽറ്റീസ് കാര്യങ്ങളിലേക്ക് പോകും. ഓക്കെ, ഇനി ഈ പറയുന്ന കാറ്റഗറിയിലൊന്നും നിങ്ങൾ പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വോളണ്ടറി ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. അത് നമുക്ക് വേറെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു 25,000-ൽ താഴെയാണ് എൻ്റെ TDSൻ്റെ എമൗണ്ട്, ഒരു 10,000 രൂപ ആരെങ്കിലും TDS ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻകം ഈ പറയുന്ന 2 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നിയമപ്രകാരം ഞാൻ നിർബന്ധമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്നില്ല. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോളണ്ടറി റിട്ടേൺ ഫയൽ ചെയ്തിട്ട് എനിക്ക് 10,000 റീഫണ്ട് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്.